ഞാനിപ്പോൾ ഉള്ളതേ പാലക്കാടുണ്ട്. പാലക്കാട് ആലത്തൂരിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറി കാവശ്ശേരിയും പത്തനാപുരത്തെയും ബന്ധിപ്പിക്കുന്നൊരു പാലമുണ്ട്. ഞാനിവിടെ ഒരു 1.5 വർഷം മുമ്പാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് പഴയ പാലം വരുന്നത്. പഴയ പാലം എന്ന് പറഞ്ഞാൽ ഈ ഗായത്രി പുഴയാണ് ഈ കുറുകെ പോകുന്നത്. ഈ ഗായത്രി പുഴ ഉയരം, അതായത് വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ ആ പാലം മൂടിപ്പോകും. ആ അവസ്ഥയിലായിരുന്നു. അങ്ങനെ 2 കരയും എന്താ പറയുക ബന്ധം വിട്ടുപോകും വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ. ഇപ്പം അവിടെ ഒരു പുതിയ പാലം വന്നു ഒരു 1.5 വർഷം ശേഷം. ഔദ്യോഗികമായിട്ട് തുറന്നു കൊടുത്തില്ല, പക്ഷേ ഇന്നിപ്പോൾ ആൾക്കാരും വണ്ടിയിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പൊതുപ്രവർത്തകനുണ്ട് എൻ്റെ കൂടെ, സലീം വർഷങ്ങളായിട്ട് സജീവമായിട്ടുള്ള വ്യക്തിയാണ്. ഞാനിവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടാണ്. അപ്പോൾ അദ്ദേഹം പറയും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ. പഴയ പാലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചരിത്ര രേഖയായിരുന്നു. അതായത് ആ പഞ്ചായത്തിൻ്റെ അവകാശപ്പെടാവുന്നൊരു പാലം വരുന്നു. 1 ലക്ഷം രൂപ. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇവിടെ ഉള്ള പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ 1 ലക്ഷം രൂപ മുടക്കി അന്ന് ആ കാലഘട്ടത്തിൽ പണിത ഒരു പാലമാണ്. ഇപ്പോൾ പുതിയ പാലം പണിത്. അപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് സലീംകുട്ടി നിങ്ങളോട് സംസാരിക്കും. ഇത് പിന്നെ ജീസസ് ബസ്സിൻ്റെ ഓണറാണ് മാത്യു സാറ്. അപ്പോൾ അവർ 3 സർവീസുകളാണ് അവർക്ക് ഇവിടെ ഉള്ളത്. ഈ പാലം 2024 മാർച്ച് അവസാനം പൊളിച്ചു. ഏപ്രിൽ മുതൽ അവർ മുടങ്ങാതെ 10 കിലോമീറ്ററോളം ചുറ്റി അത്തിപ്പറ്റ വഴി സർവീസ് നടത്തി വരികയാണ്. വളരെ ലാഭത്തിലൊന്നുമല്ല സർവീസ് നടത്തപ്പെടുന്നത്. പൊതുജനങ്ങളുടെ പ്രയാസം കണക്കിലെടുത്തുകൊണ്ട്, സ്കൂൾ കുട്ടികളുടെ കണക്കിലെടുത്തുകൊണ്ട് അവർ നഷ്ടത്തിലാണെങ്കിലും നാളിതുവരെ ഈ പാലം ഇപ്പോൾ ഉദ്ഘാടനം പിന്നെ നവംബറിലാണ് ഇപ്പോൾ ഇന്നാണ് തുറന്നത്. ഇതുവരെ അവർ നഷ്ടത്തിൽ ഓടിക്കൊണ്ടാണ് സർവീസ് നടത്തിയത്. അതിനവരെ വളരെ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് വളരെ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. ഇതേ സർവീസ് നടത്തുന്ന മറ്റു ചില ബസ്സുകൾ സർവീസ് നടത്താതിരുന്നിട്ടും ഇവിടുത്തെ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പ്രത്യേകം അവരുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് അവർ സർവീസ് നടത്തിയത്. അതിന് പ്രത്യേകം പാലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണ്ട. പാലത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ 1980 കാലഘട്ടങ്ങളിലാണ് ഈ പാലം നിർമ്മിച്ചത്. അന്ന് വി കെ രാമേന്ദ്രൻ്റെ ഓർമ്മയായിരുന്നു ഈ പാലത്തിൽ ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ളത്. അദ്ദേഹം മുൻകൈയെടുത്ത് ഇവിടുത്തെ പൊതുജനങ്ങളും മറ്റുള്ളവരെല്ലാം കൂടി മുൻകൈയെടുത്ത് പൊതുപ്രവർത്തകരും അതേപോലെ ഞാറക്കോട് ബാലാട്ടൻ അങ്ങനെ ഉൾപ്പെടെയുള്ളവരെല്ലാവരും കൂടി മുൻകൈ എടുത്താണ് ഈ പാലം വന്ന് നിർമ്മിച്ചത്. അന്നൊരു ചെറിയൊരു പാലമായിരുന്നു, ഉയരം കമ്മിയായിട്ടുള്ള ചെറിയൊരു പാലമായിരുന്നു. പക്ഷേ 10-40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് പുനർനിർമ്മിക്കുന്നത്. 1500ഓളം 2000ഓളം കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പാലമാണ്. ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കാവശ്ശേരി പഞ്ചായത്തിൻ്റെ സ്വന്തം പാലമാണത്. മറ്റുള്ള പാലങ്ങൾ 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഇത് കാവശ്ശേരി പഞ്ചായത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു പാലമാണ്. കാര്യത്തിൻ്റെ 2 കരകളും കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധികളിലാണ് കിടക്കുന്നത്. എങ്കിലും തരൂർ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള തോണിപ്പാടം, അതേപോലെ തന്നെ മാട്ടുമല, തോടുകാട്, മറ്റാമ്പലക്കാട് ഇന്ന് പാലം ഓപ്പണിംഗിൽ ഓട്ടോറിക്ഷക്കാരനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ട് നല്ല സൗകര്യം അത്രയും ദൂരമൊക്കെ പോയതല്ലേ സാർ? അതിന് കണക്കി പോകുന്ന മാറ്റാൻ സൗകര്യങ്ങളായി പെട്ടെന്ന് പോകാൻ പെട്ടെന്ന് വരാം. പാലം ഓപ്പൺ ആയതിൽ സന്തോഷമുണ്ട്. ഇത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കി തന്ന ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത്. കാരണം ഞങ്ങളുടെ വിഷമം ഓരോ വാക്ക് വിളിച്ചു.